നമസ്കാരം. നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ എപ്പോഴെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മളിൽ ഭൂരിഭാഗം പേരും പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ വേണ്ട, അതിൽ വെറും 6% തൊട്ട് 7% വരെ മാത്രമേ പലിശ കിട്ടൂ എന്ന് കരുതി മാറ്റി നിർത്താറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഇതേ പോസ്റ്റ് ഓഫീസ് പദ്ധതിയിൽ നിക്ഷേപിച്ച് 13% വരെ റിട്ടേൺ എങ്ങനെ നേടാമെന്ന് നോക്കാൻ പോവുകയാണ്. ഇത് നിങ്ങൾ നിഫ്റ്റി 50യിൽ 25 വർഷം ഇൻവെസ്റ്റ് ചെയ്താലും അതിനേക്കാൾ മികച്ച റിട്ടേൺ നൽകാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. സാധാരണയായി ഇക്വിറ്റിയിൽ 12% റിട്ടേൺ കിട്ടിയാലേ വലിയ കാര്യമെന്ന് നമ്മൾ കരുതും. പക്ഷെ പോസ്റ്റ് ഓഫീസിൽ 13% കിട്ടിയാലോ? എന്നാൽ കേട്ടോളൂ, കിട്ടും. നിങ്ങളൊരു ഡബിൾ എൻജിൻ സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ പോസ്റ്റ് ഓഫീസിൽ സുരക്ഷിതമായി മാർക്കറ്റ് റിസ്ക് ഒന്നുമില്ലാതെ മികച്ചൊരു റിട്ടേൺ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ഈ ഡബിൾ എൻജിൻ സ്ട്രാറ്റജി എങ്ങനെ വർക്ക് ചെയ്യും, പോസ്റ്റ് ഓഫീസിൽ നിന്ന് സുരക്ഷിതമായി എങ്ങനെ 13% വരെ റിട്ടേൺസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജ്ന. അവയെ സ്ഥിരമായി എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്താ നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ് ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പം നമുക്ക് സമയമില്ല, വീഡിയോയിലേക്ക് കിടക്കാം. സേവിങ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? നമ്മുടെ പണം സുരക്ഷിതമായിട്ട് ഇരിക്കണം. അതുപോലെ സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ അല്പം കൂടുതൽ റിട്ടേൺ കിട്ടിയാൽ മതി എന്ന് കരുതി സാധാരണയായിട്ട് നമ്മൾ FDയിൽ ഇൻവെസ്റ്റ് ചെയ്യും. FD എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മാക്സിമം ഒരു 7% വരെ റിട്ടേൺ കിട്ടിയാലും നമ്മൾ അതാണ് ഏറ്റവും അടിപൊളി എന്ന് വിചാരിച്ച് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. പക്ഷെ അതിനേക്കാൾ സുരക്ഷിതമായും അതേസമയം കുറച്ച് കൂടുതൽ റിട്ടേൺസ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സർക്കാരിന്റെ പിന്തുണയുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിലേക്കായിരിക്കും പോവുക. പോസ്റ്റ് ഓഫീസിന്റെ മന്ത്ലി ഇൻകം സ്കീം, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, RD തുടങ്ങിയ നിരവധി സ്കീമുകളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുമുണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇതിനു മുൻപ് ഒരുപാട് ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇവയിലൊക്കെ പരമാവധി 8.2% വരെ മാത്രമാണ് പലിശ ലഭിക്കുക. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അതേ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ എങ്ങനെയാണ് 13% വരെ റിട്ടേൺ കിട്ടുക? യെസ്, അത് നമുക്ക് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേഷണൽ സ്ട്രാറ്റജിയാണ്. ഇവിടെ നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. അത് ആദ്യം നോക്കാം. നമ്മുടെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ടെന്ന് കരുതുക. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവും. നമുക്ക് സാലറി വരുന്ന ബാങ്ക് അക്കൗണ്ടിലായിരിക്കും. അത് സുരക്ഷിതമായിട്ട് അവിടെ കിടക്കും. അത് മാക്സിമം ഒരു സേവിങ്സ് അക്കൗണ്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെന്റേജ് കിട്ടുക? 1% അല്ലെ 2%. ഇതിൽ കൂടുതലൊന്നും കിട്ടില്ല. പക്ഷെ അതേ പണം ഒരു സുരക്ഷിതമായ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ പണം നിങ്ങൾക്കായി അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങളുടെ പൈസ ഡെഡ് മണി ആയിട്ട് കിടക്കാതെ അവിടെ കിടന്ന് ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. സോ വെറുതെ നമ്മുടെ കയ്യിലുള്ള ഒരു പൈസ സേവിങ്സ് അക്കൗണ്ടിൽ വെറുതെ ഇടാം എന്നുള്ള രീതിയിൽ നമുക്ക് ആവശ്യമില്ലാത്ത പൈസയാണ്, സോ അവിടെ ഇടാം എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. അടുത്തതായി നമ്മൾ സേവിങ്സ് ഇൻഫ്ലേഷനെ തോൽപ്പിക്കണം. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പണപ്പെരുപ്പം. ഇന്ന് 6% അതും അല്ലെങ്കിൽ ഒരു 7% റിട്ടേൺ ലഭിച്ചാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പണപ്പെരുപ്പത്തെ മറികടക്കാൻ അത് മതിയാകുമോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഇന്ന് ഒരു 6%, 7% എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ ഇൻഫ്ലേഷൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് വളരെ കുറവാണ്. സോ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. അതിനാലാണ് കുറച്ച് കൂടുതൽ ബുദ്ധിപരമായ ഒരു സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് എങ്ങനെയെന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് സാധ്യമാക്കാൻ നമ്മൾ ഡബിൾ എൻജിൻ സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യം ഈ ഡബിൾ എൻജിൻ എന്താണെന്ന് ഞാൻ പറയാം. എൻജിൻ നമ്പർ 1, നിങ്ങളുടെ കയ്യിലുള്ള ഒരു ലംസം എമൗണ്ട്, അത് എത്ര രൂപ ആയിക്കോട്ടെ, ആ ഒരു വലിയൊരു ബൾക്ക് എമൗണ്ട് ഒരു മന്ത്ലി ഇൻകം ലഭിക്കുന്ന സ്കീമിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അതിൽ നിന്ന് എല്ലാ മാസവും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് സ്ഥിരമായിട്ടൊരു ഏർണിങ്സ് ലഭിക്കും. ഇതാണ് നമ്മുടെ ആ ലംസം എമൗണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് എല്ലാ മാസവും ലഭിക്കും. ഇതാണ് എൻജിൻ നമ്പർ 1. ഓക്കെ, ആൻഡ് എൻജിൻ നമ്പർ 2 എന്ന് പറയുന്നത് എൻജിൻ നമ്പർ 1ൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഇൻട്രസ്റ്റ്, ഓക്കെ, ആ ഒരു മാസ വരുമാനം മറ്റൊരു കോമ്പൗണ്ടിങ് സ്കീമിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കണം. ഓക്കെ, സോ ഇതാണ് രണ്ടാമത്തെ എൻജിൻ എന്ന് പറയുന്നത്. ഈ 2 എൻജിനുകളും ചേർന്നതാണ് ഡബിൾ എൻജിൻ സ്ട്രാറ്റജി. ഇങ്ങനെ പറഞ്ഞപ്പോൾ ചിലർക്ക് മനസ്സിലായിട്ടുണ്ട്, എന്നാൽ മറ്റു ചിലർക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. ഒരു ഉദാഹരണം പറയാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ ഉണ്ടെന്ന് കരുതുക. ആ 5 ലക്ഷം പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പൊ ചിലർക്ക് ഈ സ്കീമിനെ കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടാവില്ല. സോ ഞാൻ ചെറിയൊരു വിശദീകരണം തരാം. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എന്ന് പറയുന്നത് ഒരു ലംസം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നിലവിൽ ഇന്നത്തെ കണക്ക് പ്രകാരം 7.4% പലിശ ലഭിക്കുന്ന ഒരു സ്കീമാണ്. സോ ആ പലിശ ഓരോ മാസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ സ്കീമിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇപ്പൊ 5 ലക്ഷമാണ് നിങ്ങൾ പോസ്റ്റ് ഓഫീസ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം മന്ത്ലി ഇൻകം സ്കീമിലേക്ക് നിക്ഷേപിക്കുന്നത് എങ്കിൽ
7.1% ഇൻട്രസ്റ്റ് പ്രകാരം ഏകദേശം 3083 രൂപയാണ് നിങ്ങൾക്ക് മാസം ലഭിക്കുക. ഓക്കെ, ഇവിടെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി തുടങ്ങുന്നത്. ഈ 3083 രൂപ നിങ്ങൾ ചെലവാക്കാൻ പാടില്ല. ഈ ഒരു ഡബിൾ എഞ്ചിൻ സ്ട്രാറ്റജി ബേസിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 5 ലക്ഷം രൂപ അങ്ങനെ കിടക്കുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നൊന്നുമില്ല, ആ പണം കാര്യമായിട്ട് ഗ്രോ ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് പറ്റിയതാണ് കേട്ടോ ഈ ഒരു മന്ത്ലി ഇൻകം സ്കീമിലേക്ക് മാറ്റാൻ സാധിക്കുന്നത്. കാരണം ഇതൊരു ലോങ് ടേം ആണ്, ഇന്നും നാളെയും നമുക്ക് റിട്ടേൺസ് കിട്ടുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, നമുക്കിപ്പം പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നിന്നുള്ള 5 ലക്ഷം രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ മാസം 3083 രൂപ നിങ്ങൾക്ക് പലിശ ലഭിക്കും. യെസ്, ആ പലിശ നിങ്ങൾ മറ്റൊരു സ്കീമിലേക്ക് മാറ്റുന്നു. ആ സ്കീമാണ് PPF അഥവാ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. PPF എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ചെറിയൊരു ബ്രീഫ് തരാം. ഇത് 15 വർഷ കാലാവധിയുള്ള ഒരു മികച്ച സർക്കാർ സ്കീമാണ്. നിലവിൽ അതായത് ഇന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രകാരം 7.1% ആണ് ഈ ഒരു PPF എന്ന് പറഞ്ഞ സ്കീമിന് ലഭിക്കുന്നത്. കോമ്പൗണ്ടിങ് ആനുവൽ ബേസിസിലാണ് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. സോ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പരമാവധി 1.5 lakhs വരെ നിങ്ങൾക്ക് PPF ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് മാസം തോറും ഇടാൻ സാധിക്കും. ഇനി അതല്ല 3 മാസത്തിൽ ഒരിക്കലും ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ആൻഡ് 6 monthsലുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഇനി അതല്ല വർഷത്തിൽ ഒറ്റ തവണയായിട്ട് ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. സോ പൂർണ്ണമായും ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു സ്കീമാണ്. അപ്പൊ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നിന്ന് വരുന്ന 3083 രൂപ നിങ്ങൾ എവിടേക്കാണ് മാറ്റുന്നത്? PPF. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വന്നേക്കാം, PPF എന്ന് പറയുന്നത് 15 വർഷമാണ്, എന്നാൽ മന്ത്ലി ഇൻകം സ്കീം എന്ന് പറയുന്നത് വെറും 5 വർഷം. അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു പരിപാടി അല്ലെ? സംഭവം വളരെ സിമ്പിൾ ആണ്. 5 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ MIS മന്ത്ലി ഇൻകം സ്കീം മച്യൂർ ആവും. സോ നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ദാറ്റ് ഈസ് ആ 5 ലക്ഷം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അത് വീണ്ടും മന്ത്ലി ഇൻകം സ്കീമിലേക്ക് നിങ്ങൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം അടുത്ത 5 വർഷത്തേക്ക്. ഇങ്ങനെ 15 വർഷം തുടരും ഇത്. ഇനി നമുക്ക് നമ്മുടെ കണക്കിലേക്ക് വരാം. അപ്പൊ 15 വർഷം കൊണ്ട് നിങ്ങൾ ആകെ PPF നിക്ഷേപിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5,54,940 രൂപയാണ്. അതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശ 4,48,443 രൂപ. അപ്പൊ 15 വർഷം കഴിഞ്ഞപ്പോൾ PPF നിങ്ങൾക്ക് ലഭിക്കുന്ന മൊത്തം ആ ഒരു തുക എന്ന് പറയുന്നത് 10,03,383 രൂപ. അതായത് 5 ലക്ഷം എന്ന് പറഞ്ഞ ഇവിടുത്തെ ഈ എമൗണ്ടിന്റെ പലിശ മാത്രം നിങ്ങൾ ഈ ഒരു PPF ഇട്ട് നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് നിങ്ങൾ അറിയാതെ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. സോ 15 വർഷം കൊണ്ട് ലഭിച്ച ആകെ നേട്ടം വർഷം തോറും കണക്കാക്കിയാൽ ഏകദേശം 62,892 രൂപ. അതേ സമയം നിങ്ങൾ MIS പലിശ മാത്രം ചെലവാക്കിയിരുന്നെങ്കിൽ വർഷത്തിൽ ഏകദേശം നിങ്ങൾക്ക് 37,000 രൂപ മാത്രമേ ലഭിക്കുകയുണ്ടായിരുന്നുള്ളൂ. ഇവിടെ അതേ പലിശ കോമ്പൗണ്ടിങ് വഴി ഉപയോഗിച്ചതിനാൽ ഏകദേശം 13.3% എഫക്റ്റീവ് റിട്ടേൺ ലഭിച്ച ഒരു ഫലം ഉണ്ടാകുന്നു. നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ഭയങ്കര മുമ്പിലാണ്. നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ? സോ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഹെൽത്ത് സെക്യൂരിറ്റിയെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? യെസ്, നല്ലൊരു ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഇന്ന് നമ്മുടെ നാട്ടിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ചികിത്സ ലഭിക്കണമെങ്കിൽ പോളിസി ബസാറിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. വെറും 400-500 രൂപ മാത്രം നിങ്ങൾ മാസത്തിൽ പേയ്മെന്റ് ചെയ്താൽ മതി. കോടികളുടെ കവറേജ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒപ്പം 25% വരെ ഡിസ്കൗണ്ടും. 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ക്ലെയിം സപ്പോർട്ടും ലഭിക്കും. നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ഹെൽത്ത് മാനേജർ ഉണ്ടാവും. 51-ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സും ഉണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് പോയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇതാണ് ഈ ഡബിൾ എൻജിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ ഇന്നോ നാളെയായിട്ട് നമുക്ക് പൈസ വേണ്ട, നല്ലൊരു ലോങ് ടേമിൽ നിക്ഷേപിച്ചാൽ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടണം, അതും ഹയസ്റ്റ് റിട്ടേൺ കിട്ടണം എന്ന് വിചാരിക്കുന്ന വിഭാഗം ആളുകൾക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇനി 5 ലക്ഷം അല്ല, നിങ്ങളുടെ കയ്യിൽ അതിലും കൂടുതൽ പൈസ ഉണ്ടെന്ന് പറയുന്നവർക്ക് അവർക്കും ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കാൻ സാധിക്കും. സോ അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അധികമായിരിക്കും. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ ഒരാൾക്ക് പരമാവധി 9 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കും. അപ്പൊ ഈ 5 എന്നുള്ളത് 9 ആക്കി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര രൂപ വരെ കിട്ടും. ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ അവിടെ 15 ലക്ഷം രൂപയും നിക്ഷേപിക്കാം. ആ 9 ലക്ഷത്തിന് കണക്ക് നോക്കിയാലോ, 9 ലക്ഷത്തിന് നിങ്ങൾക്ക് മാസം ഏകദേശം 5,500 രൂപയായിരിക്കും ലഭിക്കുക. ഈ 5,500 രൂപ നിങ്ങൾ എല്ലാ മാസവും എവിടേക്കാണ് മാറ്റുന്നത്? PPF. ഓക്കെ, സോ 15 വർഷത്തിനുള്ളിൽ ഏകദേശം 9,99,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനുള്ളിൽ കോമ്പൗണ്ടഡ് വാല്യൂ ഏകദേശം 18,06,000 വരെ എത്തും. അതായത് ഈ 9 ലക്ഷത്തിന്റെ പലിശ മാത്രം ഉപയോഗിച്ച് ഏകദേശം 18 ലക്ഷം രൂപ ഫണ്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ജോയിന്റ് അക്കൗണ്ട് വഴി 15 ലക്ഷം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ മാസം നിങ്ങൾക്ക് 9,250 രൂപയായിരിക്കും ലഭിക്കുക. ഈ 9,250 രൂപ നിങ്ങൾ PPF എല്ലാ മാസവും മാറ്റിക്കഴിഞ്ഞാൽ 15 വർഷത്തിൽ ഏകദേശം 16,65,000 രൂപയായിരിക്കും നിങ്ങൾ നിക്ഷേപിക്കുക. ഓക്കെ, അപ്പോൾ PPF മെച്യൂരിറ്റി എമൗണ്ട് ഏകദേശം 30,10,149 വരെ എത്തും. അതായത് 15 ലക്ഷത്തിന്റെ പലിശ മാത്രം ഉപയോഗിച്ച് നിങ്ങൾ ഏകദേശം 30 ലക്ഷം രൂപയുടെ ഫണ്ട് ജനറേറ്റ് ചെയ്യും. ഇതിന്റെ ഒരു എഫക്റ്റീവ് റിട്ടേൺ എന്ന് പറയുന്നത് 13.37%. ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ PPF
ട്രിപ്പിൾ ഈ ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. അതായത് നിക്ഷേപിക്കുന്ന തുകയ്ക്ക് നല്ലൊരു രീതിയിലുള്ള നികുതി ഇളവ് ടാക്സ് ബെനിഫിറ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് ഓൾസോ മെച്യൂരിറ്റി തുകയ്ക്കും നോ ടാക്സ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ടും മാർക്കറ്റ് റിസ്ക് ഇല്ലാതെയും നല്ല ഇൻട്രസ്റ്റ് റേറ്റിൽ നല്ലൊരു റിട്ടേൺ നേടാൻ സഹായിക്കുന്ന ഒരു മികച്ച സ്ട്രാറ്റജിയാണ് ഇത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് വർക്കാവോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഇനി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊരു ബെസ്റ്റ് നമുക്ക് നമ്മുടെ പൈസ ഡബിൾ ആക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. സോ ഈ വീഡിയോനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനോ എന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റെന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെങ്കിലും അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. സോ ഇതുപോലെയുള്ള നല്ല അടിപൊളി നിങ്ങൾക്ക് ഗുണമുള്ള സ്കീമുകൾ, ഇതുപോലത്തെ ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഫിനാൻഷ്യൽ ടിപ്സ് എല്ലാം നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. സോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.